Hi dears, welcome back to Fashion Week Designs. ഒരു റീസ്റ്റോക്ക് കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോവുക. 4 കളർ ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്യോർ വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു പിങ്കിഷ് ലൈലാക്ക് ഉണ്ട്, ഓണിയൻ ഷെയ്ഡ് ഉണ്ട്. ഇത് നമ്മുടെ ക്രഷ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ക്രഷ് ഫാബ്രിക് ആണ്. ഇത് ക്രഷിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിന് ക്രഷ്ഡ് ഫോം വരുന്നുണ്ട്. ഇത് ക്രഷ് ഫാബ്രിക്കിൽ തന്നെ ഇതുപോലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. അതായത് യോക്ക് പോർഷനിലും വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ സ്ലീവ്സ് പോർഷനിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിൽക്കും. അപ്പം 4 കളർ ഷെയ്ഡ്സിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് വളരെ ഏറ്റവും ഫസ്റ്റ് മൂവിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ലൈലാക്ക് തന്നെ ലൈറ്റ് ഒരു പിങ്ക് അല്ല കേട്ടോ, ലാവൻഡറിൻ്റെ ഒരു ബ്ലണ്ട് വരുന്നൊരു ഷെയ്ഡാണ്. ലാവൻഡറും ലൈലാക്കും മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിൽ യോക്കിൽ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുക. പിന്നെ വന്നിട്ട് ആ സെയിം വർക്ക് തന്നെ സ്ലീവ്സിന് അഡീഷണൽ 1/2 മീറ്റർ ചെയ്തേക്കുന്നുണ്ടോ. ഇതേപോലെ വരും വർക്ക്. വന്നിട്ടും വളരെ ലൈറ്റ് അല്ല, വൈഡായിട്ട് നിൽക്കുന്ന ഒരു ബോർഡർ പോലത്തെ വർക്കാണ് സ്ലീവിൽ കൊടുക്കുന്നത്. അപ്പർ പോർഷനിലോട്ട് ബേസ് ടോണിൽ തന്നെ ചെറിയ ചെറിയ മോട്ടീവ്സ് ആയിട്ട് പോയിരിക്കുന്നു. ഇതിൽ ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഓൺ ഡിസൈൻ ആയതുകൊണ്ട് ടോപ്പിന് ലെങ്ത് 2.6 മീറ്റർ ഇങ്ങനെ വരും. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ബോർഡറിൽ വരുമ്പോഴും ടോപ്പിൽ കൊടുത്തേക്കുന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്ക് തന്നെയാണ് എൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഓണം വരുവാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, മെഷീൻ വാഷൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അതിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുക. ഓണിയൻ പക്ക ഓണിയൻ അല്ല, കുറച്ചൊരു വൈൻ്റെ ഒരു ലൈറ്റ് കളർ ബ്ലെൻഡാണ് ഈ ഒരു ഷെയ്ഡ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ലുക്ക് വന്നേക്കുന്നത്. എംബ്രോയ്ഡറി കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. സ്ലീവ് വർക്കിന് അഡീഷണൽ 1/2 മീറ്റർ ചെയ്തേക്കുന്നു. ബോട്ടത്തിനും ലൈനിങ്ങിനും സാൻഡൂൺ ഫാബ്രിക് തന്നെയാണ്. ഹെവി സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അതിൻ്റെ ലൈനിങ് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. ഇതേപോലെ നിൽക്കും. ഓവറോൾ ലുക്ക് ബോർഡർ വർക്ക് സ്കലപ്പ് ഫിനിഷ്ഡ് ബോർഡർ ആണ്. ടോപ്പിന് ലെങ്ത് 2.6 മീറ്റർ, അതായത് 50 ലെങ്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം. പൊക്കമുള്ളവരെ സംബന്ധിച്ച് ലെങ്ത് ആണ് ഒരിക്കലും നമുക്ക് കിട്ടുമല്ലോ. അപ്പം നല്ല ലെങ്ത് കിട്ടും. ദുപ്പട്ടയ്ക്ക് 2.4 മീറ്ററും ഉണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റും ഇതൊരു മാവോഡിയൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതിൽ ആ എംബ്രോയ്ഡറി വർക്കിൽ കൊടുത്തിരുന്നത്. പിന്നെ ബേസ് ടോൺ വിത്ത് സീക്വൻസിങ് വർക്ക് 1/2 മീറ്റർ അഡീഷണൽ സ്ലീവ്സിന് വേണ്ടി ചെയ്തേക്കുന്നു. ആൻഡ് ടോപ്പിന് വിട്ട് ഇത്ര ഉണ്ട്, അതായത് ഒരു 5XL ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വിട്ട് ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് അഡീഷണലി അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് അഡീഷണൽ 1/2 മീറ്ററിൽ ഇങ്ങനെ വരും ടോപ്പ്. സോ ഇതാണ് ഓവറോൾ ലുക്ക് വിത്ത് ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണല്ലേ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നമുക്ക് ഓണം സ്പെഷ്യലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ്. പ്യുവർ വൈറ്റ് അല്ല, കുറച്ചൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിൽ ആ ഒരു കോമ്പിനേഷൻസ് സെയിം. ക്രഷ് ഫാബ്രിക് ആണ് ഇത് വന്നിരിക്കുന്നത്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല, വളരെ ഇതുണ്ട്, ലൈറ്റായിട്ട് നിൽക്കുന്ന നല്ല ഫാബ്രിക്കാണ് ഇത്. ബ്ലാക്ക്ബെറി ഫാബ്രിക്കിൻ്റെ ക്രഷ് ഫോമാണ്. അതായത് നിങ്ങൾ ബ്ലാക്ക്ബെറി എന്ന് കേൾക്കുമ്പോൾ ബ്ലാക്ക്ബെറി ആയിട്ട് ചിന്തിക്കരുത് ഒരിക്കലും. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബ്ലാക്ക്ബെറി ക്രഷ് വരുന്നതും ബ്ലാക്ക്ബെറിയും അത് ഭയങ്കര സിൽക്കായിട്ട് കിടക്കുന്നതും. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സിൽക്ക് പോലെയല്ല കിടക്കുന്നത്, സാധാരണ ഒരു ക്രഷ്ഡ് ഫോമിൽ വന്നേക്കുന്ന. അത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിയാൽ നമ്മുടെ പ്യുവറിൻ്റെയൊക്കെ പ്യുവർ ഫാബ്രിക് വരുമല്ലോ, അതിൻ്റെ ഒരു ടെക്സ്ചർ ഫോമിലാണ് ഇത് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കും. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.